ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീക്രിയേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഫോട്ടോ ദേ ഇപ്പോൾ ഇവിടെ വരും. ഇപ്പം അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും കേട്ടോ. നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോഴാണ് ഫോട്ടോ വന്നത്. ആൾ കുറച്ച് ട്യൂബ്ലൈറ്റാണ് ഗൈസ്. അങ്ങനെ നമുക്കപ്പോൾ ഇത് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഫസ്റ്റ് ഞാൻ ലെങ്ത്ത് എടുത്തു, പിന്നെ അപ്പർ ചെസ്റ്റാണ് എടുക്കുന്നത്. അപ്പർ ചെസ്റ്റ് എടുത്തു, ചെസ്റ്റ് എടുക്കുക, നമ്മുടെ ഷേപ്പ് എടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ് ഉള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണോ വേണ്ടത് അതൊക്കെ നമ്മളിങ്ങനെ മിററിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. സ്വന്തമായിട്ട് ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്ലോത്ത് 4 മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലൈൻ വരച്ചത് കണ്ടോ, അത് നമ്മൾ സീം അലവൻസ് ഇട്ടതാണ് കേട്ടോ. അവിടുന്ന് ശേഷമാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ലെങ്ത്ത് അത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് അതിൽ കണ്ടോ, അത്യാവശ്യം നല്ല വൈഡ് നെക്കാണ് വരുന്നത്. അപ്പോൾ വൈഡ് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി വീഴാറില്ലേ. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, എൻ്റെ കൈയൊക്കെയാണ് കാണുന്നത്. സോറി ഗൈസ്, എനിക്കിതൊന്നും അപ്പോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ വൈഡ് നെക്ക് വരുമ്പോൾ ഷോൾഡർ. അപ്പോൾ വൈഡ് നെക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഷോൾഡറില്ലേ, അതായത് ഫുൾ ഷോൾഡറിൽ നിന്നും നമ്മളൊരു 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ കുറച്ചിട്ട് വേണം ഷോൾഡർ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഷോൾഡർ അതിങ്ങനെ വീണ് പോകുന്ന ഇഷ്യൂസ് അധികം ഉണ്ടാവാറില്ല. കുറച്ചൊക്കെ മോസ്റ്റ്ലി കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഷോൾഡർ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ആംപിറ്റും അത്യാവശ്യം ഒന്ന് ഫിറ്റിൽ കുറച്ചൊന്ന് കയറി വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം അങ്ങനെ ലൂസ് ആ ഒരു സ്ലീവിൻ്റെ ആ പോർഷനിലുള്ള ലൂസ് ഒഴിവായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നെക്ക് മാർക്ക് ചെയ്തു. നെക്ക് ഞാനുണ്ടല്ലോ ഫ്രഞ്ച് കർവൊക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്താലും എനിക്ക് ഷേപ്പ് ശരിയായില്ല. എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ ചെയ്തത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് മാർക്ക് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ സ്ലീവിൻ്റെ അവിടെ പോലും എന്തോരം സീം അലവൻസാണ് കൊടുക്കുകയെന്നറിയോ. അതെനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങ് ശീലമായിപ്പോയി. എന്തെങ്കിലും തെറ്റി പോവുമോ, എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് പിന്നെ റെഡിയാക്കാമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കണം ഞാൻ എപ്പോഴും കുറേ അധികം മെറ്റീരിയൽസ് കൊടുത്തിട്ടാണ് കേട്ടോ, സീം അലവൻസ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യാറ്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ലൈനിങ് വെച്ചിട്ട് തിരിച്ചടിച്ചിടുകയാണ്. മറച്ചടിച്ചിടുക, എന്താ സംഭവം മനസ്സിലായില്ല സംഭവം എന്താ ഉദ്ദേശിച്ചത്. അതായത് നല്ല പോർഷനിൽ വെച്ചിട്ട് ലൈനിങ് അടിച്ചിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു മെത്തേഡാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. കാരണം അതാണ് എനിക്ക് നീറ്റായിട്ട് കിട്ടാറ്. ഇതിപ്പോൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് സ്ലീവിൻ്റെ അവിടെയും ഞാൻ ആ ഒരു മെത്തേഡാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് പ്രസ് അടി 2 സൈഡിലും കൊടുത്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഇത് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു ഫിറ്റായിട്ട് വരുന്ന സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് നമ്മളെ ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. പിന്നെ ഞാൻ ഈ ഫ്ലവർ കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പാടില്ലല്ലോ, ഫോട്ടോയിലും കാണുന്നില്ലല്ലോ അതോട്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ പോയിൻ്റ് എവിടെയാണോ അണ്ടർ ബസ്റ്റ് എവിടെയാണോ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഈ ഫ്ലവർ വരച്ചിട്ടെടുക്കാൻ. ഞാൻ അതിൽ കാണിച്ചതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തു. പിന്നെ ഞാൻ ഗം ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ കാണിച്ച സ്റ്റോൺസ് ഞാൻ ഗം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ സ്റ്റോൺസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് പീസുകൾ ഞാൻ ആദ്യത്തെ തവണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു ഇതില്ലേ കാണുന്നത് അത് ഫുള്ളായിട്ട് അങ്ങ് വെച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഒട്ടും നീറ്റായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഫ്രണ്ട് പോർഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. സെയിം നമ്മൾ ബാക്കിലും ചെയ്തിട്ടെടുക്കുകയാണ്. എന്നിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ടഡായി, എങ്ങനെയുണ്ട് കാണാൻ? കുഴപ്പമൊന്നുമില്ലല്ലേ, ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ, സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.